ക്ലബ് ഹൗസിൽ വന്നിട്ട് ഇസ്ലാമിസ്റ്റുകൾ പറയാറുള്ള ഒരു കാര്യം, ഹമീദ് ഒക്കെ ഉണ്ട്, ജിഹാദി ഹമീദ്, അതുപോലെ തന്നെ ജിഹാദി ഉക്രൈൻ സലീം, അങ്ങനെ കുറെ ജിഹാദികൾ വന്ന് പറയാനുള്ള ഒരു കാര്യം, ജിഹാദി കേരളൈറ്റ്, ഇവരൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, ഞങ്ങൾ ഇസ്ലാം അങ്ങോട്ട് വളരണില്ല. അപ്പൊ എന്തതിന്റെ കാരണം? ഇന്ത്യയില് RSS ആണ് മെയിൻ ആയിട്ടുള്ള കാരണം. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം ഭയങ്കര വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലും പിന്നെ US-ലും ഇസ്രായേലിലും മാത്രമേ ഈ കളി നടക്കാത്തുള്ളൂ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പൊളിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ജിഹാദികൾക്ക് അറിയാം. അവർക്ക് അറിയാം ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഒന്ന് ജൂതനാണ്, ഒന്ന് അമേരിക്കയും അമേരിക്കയുടെ ആ ഒരു വർക്കിംഗ് സിസ്റ്റമാണെന്ന്, മൂന്നാമത്തത്, അല്ലെങ്കിൽ ഒരുപോലെ മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS ആണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് ഇവർക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഈ ജിഹാദികളായിട്ടുള്ള ആളുകളുടെ പല മുഖങ്ങളുണ്ട്. നമ്മളൊക്കെ കരുതി ഇതൊക്കെ വേറെ വേറെയാണെന്ന്. ഒന്ന് ജമാഅത്ത് ഇസ്ലാമി, പിന്നൊന്ന് സലഫികള്, പിന്നൊന്ന് പോപ്പുലർ ഫ്രണ്ട്, പിന്നൊന്ന് മുസ്ലിം ലീഗ്. എല്ലാരും പറയും എന്താ പറയും, മുസ്ലിം ലീഗ് മറ്റേ മതേതരത്വ ഒരു കുഴപ്പമില്ല. ഞാൻ ഏത് തത്വചിന്തകം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വല്യപ്പാന്റെ അനിയനാണ് എന്റെ നാട്ടിൽ മുസ്ലിം ലീഗ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ആ കുടുംബത്തിൽ നിന്ന് വരികയാണ്. എന്റെ കുടുംബം തന്നെ അറിയപ്പെടുന്നത് മുസ്ലിം ലീഗ് കുടുംബം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ ഉള്ളിലുള്ള കളികളും. ഇവർ ഈ പുറത്ത് ഈ അറബികളെ പോലെ തലയിൽ മുണ്ടിട്ടിട്ട് തീവ്രവാദം പറയും, മുണ്ടൂരിട്ട് മതേതരത്വം പറയുന്ന ടീമാണ്. ഈ പറഞ്ഞ NDF, അതായത് പണ്ട് നടത്തിയ കൊലപാതകങ്ങളുണ്ട് ഒരുപാട്. NDF ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പോലെ കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. എനിക്കറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഈ NDF-ല്. ഈ പറഞ്ഞതുപോലെ ഇവർ കൊലപാതകങ്ങൾ ചെയ്യും. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കരുവാനടക്കം ഒരുപാട് പഴയ സംഘപ്രവർത്തകരായിട്ട് ആളുകളെ, ഈ പഴയ വള്ളുവനാട്, എറണാട് താലൂക്ക്, പട്ടാമ്പി, പെരിന്തൽമണ്ണ, തിരൂര്, മഞ്ചേരി ഭാഗത്തൊക്കെ ഒരുപാട് സംഘപ്രവർത്തകരെ ഇന്നും തെളിയാത്ത രീതിയിൽ കൊന്നിട്ടുണ്ട്. ഈ അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള പയ്യന്മാരെ, അവര് മുസ്ലിം പെൺകുട്ടികളെ പ്രേമിച്ചതിന്റെ പേരിലുള്ള ഈ പയ്യന്മാരെ, അപ്പൊ ഇവര് കൊല്ലുമ്പോ ഈ ഇതിന്റെ മറ്റേ പേപ്പർ, അല്ലെങ്കിൽ ഇവരെ പേരിൽ ഇവരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും മറ്റേ പോലീസ് സ്റ്റേഷനുകളിൽ. ഇവരെ പേരിൽ FIR ഉണ്ടാവും. അതുപോലെ തന്നെ ഇവര് ഇത്ര ആഴ്ചയിലൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടേണ്ടി വരും, ഈ റിലീസായ സമയത്ത്, അങ്ങനെയൊക്കെ. ഇത് ഒക്കെ ഇത്തരം ഫയലുകൾ കംപ്ലീറ്റ് കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മാറ്റിയത് ഈ പറഞ്ഞ മുസ്ലിം ലീഗുകാരാണ്. കാരണം ഈ ഈ പറഞ്ഞ NDF-കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനകൾ ആരാന്ന് വെച്ചാൽ ആരുമല്ല, മുസ്ലിം ലീഗ് തറവാടുകളിൽ നിന്നും മുസ്ലിം ലീഗ് വീടുകളിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ തീവ്രവാദികളെ മറ്റേ പാലൂട്ടി വളർത്ത് തീവ്രവാദികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇത് മുസ്ലിം ലീഗ് ഏത് തത്വചിന്തകം വന്നിട്ട് മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ് ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്കിവിടെ ആരും വെള്ളപൂശേണ്ട ഒരു കാര്യമല്ല. ഈ മുസ്ലിം ലീഗ് പറഞ്ഞ തീവ്രവാദമാണ്, പക്ക തീവ്രവാദികളാണ്. അവർ ചിലപ്പോൾ ചെയ്യണമെന്നില്ല, കാരണം അവർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഈ സ്വത്ത് നഷ്ടപ്പെടുന്നതും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർ ചെയ്യിപ്പിക്കും. ഇവർ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, മാനസികപരമായി സപ്പോർട്ട് ചെയ്യും. ഇവർ ചെയ്യുന്ന ആൾക്കാർക്ക് സാമ്പത്തികപരമായി സപ്പോർട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരാളെ പേടിയില്ല, ഒരാളോട് ഇത് പറയേണ്ട മടിയില്ല. ഇത് പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷെ ഇത് ഞാൻ കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഇന്തിഫാദ, ഇപ്പൊ ഈ മറ്റേ ഈ അബ്ദുസമദ് സമദാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെന്താ മറ്റേ എന്താ ഇപ്പൊ കാൻഡിഡേറ്റ് ആണ് MP ഇലക്ഷൻ. അയാൾ ജയിക്കും എന്നുള്ള അറിയാം, കാരണം പച്ച വോട്ട് അയാളെ ജയിപ്പിക്കും. ഇയാളെ ചരിത്രം എന്താണ്? ഇയാൾ ഒരിക്കൽ മറ്റേ സിമിയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളാണ്. പിന്നെ ഇതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, ഇയാളൊക്കെ എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായില്ല? അപ്പൊ ഈ എല്ലാ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പാർട്ടികളുടെ ഉള്ളിലേക്കും ഈ ഇന്തിഫാദ വന്നിട്ടുണ്ട്. നമ്മൾ കരുതി ഇന്തിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഇതിന്റെ സമയത്താണ്. ഏത് ഈ ഇപ്പൊ നടന്ന ഗാസ കോൺഫ്ലിക്റ്റിന്റെ സമയത്താണ് ഈ ഇന്തിഫാദ എന്നാണ്. ഒരിക്കലും അല്ല. ഈ കാശ്മീർ വിഘടനവാദികള് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായത് ഇന്തിഫാദ എന്ന് പറഞ്ഞ. കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കിരീടമില്ലാത്ത രാജാവിന്റെ പോലെയാണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ. അതായത് നമ്മളുടെ കിരീടം തന്നെയാണ് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നട്ടലിന് ഉറപ്പില്ലാത്ത, അല്ലെങ്കിൽ ബാക്കില് ഈ പറഞ്ഞ നട്ടല് കുറച്ച് നീണ്ടുപോയത് കൊണ്ട്, വാലായത് കൊണ്ടുള്ള കോൺഗ്രസ്സുകാര്, അല്ലെങ്കിൽ നെഹ്റു, എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ പറയണില്ല, നെഹ്റുവിന്റെ പോലത്തെ എന്താ പറയാ, ഒന്നിനും കൊള്ളാത്ത ഒരാള് ഭരിച്ച സമയത്താണ് നമ്മളുടെ സിംഹാസനത്തിന്റെ, അല്ലെ മറ്റേ കിരീടത്തിന്റെ
നമ്മളെ കിരീടത്തിന്റെ ഒരു ഭാഗം ചൈനയുടെ കയ്യിലും പോയി, ഒരു ഭാഗം പാകിസ്ഥാന്റെ കയ്യിലും പോയി. എത്രയോ മുന്നേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു, അത് ചെയ്തില്ല. അപ്പോ ഇതിനൊക്കെ ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദത്തിന് ഇവര് പറയുന്ന പേരെന്താണെന്നറിയോ? ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങുമ്പോൾ അവർ പറയും ഇന്തിഫാദ. ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങുമ്പോൾ അവർ പറയുന്ന പേരാണ് ഇന്തിഫാദ എന്ന്. ഈ ഇന്തിഫാദയുടെ പേരാണ് ഇന്ന് പബ്ലിക്കായിട്ട് നമ്മളുടെ കലാലയങ്ങളിലുള്ള ഫ്ലക്സുകളിൽ വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ അടിവേര് എവിടെ വരെ എത്തി. അതുപോലെ തന്നെ 2010 മുന്നേ, 2010 അത് ഒരു കാലഘട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. 2010 ശേഷമാണ് ആഗോളതര ഇസ്ലാമിസം എല്ലാ എല്ലാ തലങ്ങളിലേക്കും, അതുപോലെ തന്നെ എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലേക്കും ആഗോള ഇസ്ലാമിസം വരുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഒന്ന് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇത്തരം സംവിധാനങ്ങളൊക്കെ എല്ലാവരും, അതുപോലെ തന്നെ ഒരു മൊബൈൽ റെവല്യൂഷൻ ഒക്കെ വന്നതോടുകൂടി എല്ലാവരും പല സംഭവങ്ങളിലൂടെ കോണ്ടാക്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ആഗോള തീവ്രവാദ, ആഗോള ഇന്തിഫാദയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ സമയത്ത്. ആ കാലഘട്ടം വരെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനക്കാരെന്താ പറയുക, ഗവൺമെന്റ് ജോലി ചെയ്യരുത്, അതുപോലെ തന്നെ ബാങ്കുകളിൽ ജോലി ചെയ്യരുത്, ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്യരുത്, പ്രത്യേകിച്ച് സർക്കാർ ജോലി ചെയ്യരുത്, പട്ടാളത്തിൽ ജോലി ചെയ്യരുത്, പോലീസിൽ ജോലി ചെയ്യരുത്. അപ്പൊ എന്താണ് കാരണം? കാരണം ഇതൊരു ഹിന്ദുത്വ രാജ്യമാണ്. ഒരു കാര്യം ആലോചിക്കണം, ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത കോൺഗ്രസ് ഭരണത്തിനാണ് ഇവർ പറയുന്നത് ഹിന്ദുത്വ. കാരണം 2010 ഒന്ന് ആലോചിക്കണം, മോഡി വന്നിട്ടില്ല. ഇവർ പറയുന്നത് ഹിന്ദുത്വ രാജ്യമാണ്. അതുകൊണ്ട് ഈ ഹിന്ദുത്വ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നത് ഹറാമായ വർക്കാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവര് ഒരു 2010-12 ശേഷം ഗവൺമെന്റ് ജോലികളിൽ കയറാൻ തുടങ്ങി? അതാണ് ആഗോള ഇന്തിഫാദ, ആഗോള തീവ്രവാദത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്. ഇവർ മനസ്സിലാക്കിയത്, നമ്മൾ ഗവൺമെന്റ് വർക്കിങ്ങിന്റെ ഉള്ളിലൂടെ കയറണം. ഗവൺമെന്റ് പോലീസുകളായാലും നമ്മളുടെ വിശ്വാസം ശക്തി മുറുകെ പിടിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി PSC കോച്ചിങ് സെന്ററുകൾ, സലഫി സെന്ററുകൾ, PSC കോച്ചിങ് സെന്ററുകളൊക്കെ നടത്താൻ തുടങ്ങിയത്. നമ്മളുടെ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കണം. നമ്മളുടെ ആശയം, നമ്മളുടെ ഇസ്ലാമിക ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് ജോലിയിൽ കയറുക. എന്നിട്ട് ഗവൺമെന്റ് ജോലിയിൽ ഇസ്ലാമിസത്തിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോർത്തി കൊടുക്കുക. അതാണ് NIAക്ക് കേരളത്തിൽ റെയ്ഡ് ചെയ്യണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ പോലല്ല. CRPFനെ കൂട്ടിയിട്ട് NIA റെയ്ഡ് ചെയ്യണത് കാശ്മീരിലാണ്. അതേപോലത്തെ ഒരു ഗതിയാണ് കേരളത്തില്. CRPFനെ കൂട്ടിയിട്ട് കേരളത്തിൽ റെയ്ഡ് ചെയ്യാൻ വരും. ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാണ്? പച്ചവെളിച്ചം പോലീസ്, പച്ചവെളിച്ചം സെക്രട്ടേറിയറ്റ്, പച്ചവെളിച്ചം എല്ലാ സിവിൽ സ്റ്റേഷനുകളും പച്ചവെളിച്ചാണ്. ഇവിടെ ഒരു പോലീസ് കൈ കാട്ടിയിട്ട് നിർത്തിയിട്ട് അവനോട് ചോദിക്കാണ് ഇസ്ലാംകാരി ഈമാൻകാരി എന്താണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ വിടാം. ഇത് എന്താണ്? പോലീസ് ഇന്തിഫാദ എന്ന് പറയുന്ന സാധനം. എത്ര തരം നമുക്ക് ഇവിടെ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയും? ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് ഈ കൂട്ടർ ഇന്ത്യൻ ഗവൺമെന്റിനെ എതിർക്കൂല, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ബാക്കിലോട്ട് കുത്തൂല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു ടീം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പട്ടാളത്തിൽ ചേർന്ന്. ഇതൊക്കെ എത്തേണ്ടടുത്ത് എത്തും, ഇതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. കാരണം ഈ കൂട്ടര് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഈ 1971 വാറിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് 1965 വാറിന്റെ ആ ഒരു സമയത്ത് ഒരു ബറ്റാലിയൻ പട്ടാളക്കാരൻ ലീഡ് ചെയ്തിരുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മേജർ ഒറ്റയടിക്ക് ഇൻഫർമേഷൻ ലീക്കും ചെയ്ത്, അതുപോലെ തന്നെ മറുകണ്ഠം ചാടും ചെയ്തു. പക്ഷെ അയാളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല, കാരണം അയാള് മുന്നേ നോട്ടഡ് ആയിരുന്നു. അപ്പൊ അത്തരം പ്രശ്നങ്ങള് നമ്മളുടെ രാജ്യത്ത് വരുന്നതിന്റെ ഒരു കാര്യം ഈ ആഗോള ഇന്തിഫാദയാണ്. അതിന്റെ ഏറ്റവും നമുക്ക് സോഷ്യൽ മീഡിയനൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. ഇത് ചൈന ഒന്നല്ല. ഫേസ്ബുക്കിനെ, വാട്സപ്പിനൊക്കെ നിരോധിക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്നും പൂവിട്ട് പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരുജി ഗോൾവാൾക്കർ. KB ഹെഡ്ഗുവർ RSS ഉണ്ടാക്കിയെങ്കിലും ഈ ഒരു ആശയത്തിനെ കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തത്, അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കി തന്നത് MS ഗോൾവാൾക്കറാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആരും നമ്മളെ ശത്രുക്കളല്ല, പക്ഷെ ചില ആൾക്കാരെ കരുതിയിരിക്കണം. ആ കരുതിയിരിക്കലില്ലാതെ ഭാരതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഇന്തിഫാദയുടെ കാലഘട്ടത്ത് ഗുരുജി ഗോൾവാൾക്കറെ കാര്യം വളരെ പ്രസക്തമാണ്. കരുതിയിരിക്കുക എന്നുള്ളത് എപ്പോ വേണമെങ്കിലും, ആ കരുതിയിരിക്കുക എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തയ്യാറായിരിക്കുക ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ശക്തരായി നിൽക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയും ഐഡിയോളജിക്കലി ഈ സാധനത്തിനെ കൗണ്ടർ ചെയ്യാൻ തക്കിയകൾ വരും. പല തക്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയാ, ഒരു തക്കിയാണ് ഇപ്പോ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മറ്റേ BJPക്ക് എത്ര മുസ്ലിം MP മാരുണ്ട് എന്നപ്പോ ചോദ്യം. BJP ഉണ്ടാക്കിയത് അല്ലെങ്കിൽ RSS ഉണ്ടാക്കിയത് മുസ്ലിം MP മാരെ വാർത്തെടുക്കാനാണോ? അതാണ് ചോദിക്കേണ്ട ചോദ്യം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ
എത്ര മുസ്ലിങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ. ബി ജെ പിയിൽ മുസ്ലിങ്ങളുണ്ട്, ബി ജെ പിയിലേക്ക് മുസ്ലിങ്ങളൊക്കെ വരുന്നത് ഞാൻ മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാര് അവര് വരുന്നതോ വരാതിരിക്കണം, കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുക, അവര് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുസ്ലിങ്ങളെ ആളെ കൂട്ടുണ്ടാക്കിയ ഒരു പാർട്ടിയല്ല. ഇവിടെ ഈ ഒരു ഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരതീയർക്ക് ഇവിടെ ആരെയും ഭയപ്പെടാതെ അധിനിവേശം ഇല്ലാതെ ഇവിടെ ജീവിക്കാന് ധൈര്യത്തോടു കൂടി ജീവിക്കാനും അവരുടെ ആരാധനക്രമങ്ങളും ഇനി വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ പോലും സംരക്ഷിക്കാനുള്ള ഒരു സംഭവമാണ്. അതിന് നമുക്ക് ലോക സമുദായത്തിന്, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ബുദ്ധന്മാരായാലും ജൈനന്മാരായാലും, ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ ബുദ്ധന്മാർ ആദ്യമായിട്ട് വാളെടുക്കുന്നത് ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ, മ്യാൻമറിലാണെങ്കിലും ഈ പറഞ്ഞ മറ്റു ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിലും. കാരണം അവർക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അവരെ ലോകത്തന്നെ ഏറ്റവും പൈതൃകപരമായിട്ടുള്ള ബാമിയാൻ ബുദ്ധ തകർത്തതാര ഈ വിഭാഗമാണ്. അപ്പൊ അവർക്ക് ഒരു കരുതിയിരിക്കൽ, ഒരു കരുതൽ ഉണ്ടാവും. പക്ഷെ അവർക്ക് നിർഭാഗ്യവശാൽ ഇത് ഗോൾവാൾക്കറെ പോലുള്ള ഒരു ഗുരുവിനെ ആ സ്ഥലത്ത് മ്യാൻമറിൽ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഇതിനെ കരുതിയിരിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസി ജർമ്മനിയുടെ പോലെ ജൂതന്മാർ ഉന്മൂലനം, അതൊക്കെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടി. ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഉന്മൂലനാണെന്ന്, അതൊരിക്കലും അല്ല. മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങൾ നിസ്കരിക്കണോണ്ടോ അല്ലെങ്കിൽ ഇതാക്കണോണ്ടോ അവര് വിശ്വാസത്തില് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനിവിടെ വേണ്ടത് ബി ജെ പി. ഒന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു നിർത്തുക. അതായത് 2014 മുന്നേ ഈ പറഞ്ഞ എക്സ് മുസ്ലിങ്ങളും വൈ മുസ്ലിങ്ങളും സെഡ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇസ്ലാം വിട്ടുപോയ ആൾക്കാരൊക്കെ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് പറയാനൊരു പേടിയാണ്. കാരണം ചേകന്നൂർ മൗലവിയുടെ ഗതി എനിക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുമോ? കാരണം കൊന്ന ആൾക്കാർ പിന്നെയും കൊല്ലും. കാരണം അവര് ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഇവരെ പേരിലുള്ള എഫ്ഐആറും കാര്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ഇവർ രണ്ടാമതും വന്ന് കൊല്ലും. അതുപോലെ തന്നെ സുന്നി ടൈഗർ ഫോഴ്സ് അമ്പലങ്ങൾ കൊള്ളയടിക്കുക, അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ കട്ടെടുക്കുക, അത്തരം പരിപാടികളൊക്കെ. പക്ഷെ ഇപ്പൊ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NIA അൾട്ടിമേറ്റ് പവർ ശക്തിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള പല ടൗണുകളിൽ, നമ്മൾ വിചാരിക്കാത്ത ടൗണുകളിലൊക്കെ, ചെറിയ ചെറിയ ടൗണുകളാണെങ്കിൽ പോലും അവിടെ IB-യുടെയും അതുപോലെ തന്നെ മറ്റ് ഇന്റലിജൻസ് ഏജൻസികളുടെയും ഇത് എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്. ഈ പറഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ RSS കാരനായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഇവിടെ XYZ മുസ്ലിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇതിനെ വിമർശിക്കാം.